കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന നിയമസഭാ മണ്ഡലം ആണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി BJP രണ്ടാം സ്ഥാനത്താണ്, NDA രണ്ടാം സ്ഥാനത്താണ്. ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് NDA ഉള്ളത്. NDAയുടെ സ്ഥാനാർത്ഥി ഇത്തവണ കാസർഗോഡ് BJP ജില്ലാ പ്രസിഡന്റ് കൂടിയായ ML അശ്വനിയാണ്. ML അശ്വനി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ഇത്തവണ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ? 100% വിജയസാധ്യതയായിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാനിപ്പോൾ വിജയം വന്നതും ഒരു നല്ല ഭൂരിപക്ഷത്തോട് വരണം. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്, എത്ര ഭൂരിപക്ഷം കൂട്ടണം എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല വിജയം ഈ ഭാഗത്ത് ഉണ്ടാവും. ബിക്കോസ് കാലകാലമായിട്ട് കാസർഗോഡ് ഫോർമേഷൻ ആയ ശേഷം ഇവിടെ മുസ്ലിം ലീഗിൻ്റെ MLA മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവർക്ക് മുസ്ലിം ലീഗിൻ്റെ MLA ഇവിടെ ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റിലും പോലും അവരുടെ ഭരണമുണ്ടായിരുന്നു, ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അതേപോലെ സെൻട്രൽ അവർ ഭരണമുണ്ടായിരുന്നു. ട്രിപ്പിൾ എഞ്ചിന് ഉണ്ടാകുമ്പോൾ പോലും അവർക്കിവിടെ വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരാൻ സാധിക്കുമോ അവരെ കൊണ്ട്? അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇപ്പോൾ വികസനമാണ് വേണ്ടത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടോ? ഇപ്പോൾ പല സ്ഥലങ്ങളിലേക്കും പ്രചാരണത്തിന് പോകുമ്പോൾ വികസനം ഇല്ലാത്ത കാര്യം പറഞ്ഞ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അറിയിക്കാറുണ്ടോ? യെസ്, ജനങ്ങൾ ഇപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മതിയായി. ഈ MLA ഒന്നും നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, വികസനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വികസനമാണ് വേണ്ടത്. ബിക്കോസ് ശരിക്ക് കാസർഗോഡ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ടല്ലേ, അത് നമ്മൾ ഈ അവഗണപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു മെഡിക്കൽ സിസ്റ്റം ആവട്ടെ, എഡ്യൂക്കേഷൻ സിസ്റ്റം ആവട്ടെ, ജോബുകളാവട്ടെ ഇവിടെ ഇല്ല. ഇവിടുന്ന് എല്ലാം നമ്മൾ തൊട്ടടുത്തുള്ള കർണാടകയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതേപോലെ ഇവിടുന്ന് നമ്മൾ ജനിച്ചിട്ട് വളർന്നിട്ട് ഞങ്ങളെ കുട്ടികളെ അല്ലെങ്കിൽ ഞങ്ങൾ ജോബിക്ക് വേണ്ടിയിട്ട് വേറെ ജില്ലക്ക് അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലേക്ക് ഞങ്ങൾ മൈഗ്രേറ്റ് ആയിട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് യൂത്തുകൾ കുറയുന്നുണ്ട്. അപ്പോൾ ആ യൂത്തുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കണം. നമ്മളെ പിള്ളേർ, നമ്മളെ കുട്ടികൾ ഇവിടെ തന്നെ താമസിക്കണം. അതാണ് ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ ജന്മഭൂമിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്ന എത്ര വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം. അതേപോലെ എത്രയോ അമ്മമാർ വിഷമിച്ചിട്ട് ജീവിക്കുന്ന അമ്മമാരുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇനി ഇവിടുത്തെ BJP MLA വന്നു കഴിഞ്ഞെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടായിട്ട് നമ്മൾ എവിടെയും മൈഗ്രൻ്റ് ആവേണ്ട, നമ്മളെ കാസർഗോഡ് തന്നെ നമുക്ക് ജീവിക്കാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഉണ്ടാക്കും. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, യുവാക്കൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പദ്ധതികളൊന്നും തന്നെ മുൻപുള്ള MLA ഇവിടെ നടപ്പാക്കിയിട്ടില്ല, അങ്ങനെയാണ്? ഒന്നും നടപ്പാക്കിയിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഒരു ഇത് നടപ്പാക്കിയിട്ടില്ല സ്കീം ഇതാവട്ടെ. അതേപോലെ ഇതുപോലും ഈവൻ യൂത്തുക്ക് പോലും അങ്ങനെയുള്ള എന്തും ഇവിടെ ചെയ്തിട്ട് കൊടുത്തിട്ടില്ല. അതേപോലെ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നിരവധി സ്കീംസുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്ത്രീകൾക്കും പ്രത്യേകിച്ചിട്ട് യൂത്തുകൾക്ക് വേണ്ടിയിട്ട് നിരവധി സ്കീംസുകളാണ്. അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവത്തെ, ആവാസ് യോജന, ഉജ്ജ്വല യോജന, സുകന്യ സമൃദ്ധി യോജന, മുദ്ര ലോൺ യൂത്തുക്ക് വേണ്ടിയിട്ട്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, അങ്ങനെയുള്ള കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് ആവട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ MLA ആവട്ടെ ഒന്നും ഇവിടെ വികസനമാവട്ടെ ഈ സ്കീംസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രയത്നം പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള MLA ഇനി കാസർഗോഡ് അസംബ്ലിക്ക് നമുക്ക് ആവശ്യമില്ല. ജനങ്ങളൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്കാക്കുന്ന MLA അവർക്ക് വേണ്ടത്. ജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത് ഒരു വികസന അജണ്ട തന്നെയാണോ? യെസ്, വികസനം തന്നെയാണ് നമ്മൾ വെക്കുന്ന അജണ്ട. ബിക്കോസ് എന്തെങ്കിലും പദ്ധതികളോ പ്രോജക്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ കാസർഗോഡിന് വേണ്ടി പ്രത്യേകമായി? തീർച്ചയായിട്ടും നമുക്കൊരു നന്നായിട്ടുള്ള ഒരു മെഡിക്കൽ സിസ്റ്റം വേണം. ഹബ്ബില്ല ഇവിടെ, മെഡിക്കൽ ഹബ്ബില്ല. അതേപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം. എത്ര കുട്ടികളാണ് രാവിലെ പുലർച്ചയ്ക്ക് എണിച്ചിട്ടായിട്ട് ബസ്സും ട്രെയിനും പിടിച്ചിട്ടായിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്? അവരുടെ ടൈം മൊത്തം വേസ്റ്റാണ്. ബിക്കോസ് അർലി മോർണിംഗ് പോകണം, പിന്നെ ലേറ്റ് നൈറ്റ് ആവുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള കർണാടകയാണ് ആശ്രയിക്കേണ്ടത് എല്ലാം മെഡിക്കൽ സിസ്റ്റം വേണ്ടിയിട്ട്. നമുക്കൊരു ഇവിടെ മെഡിക്കൽ സിസ്റ്റം ഇല്ല. അപ്പോൾ അതും കൂടി ഉണ്ടാക്കണം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നിരവധി IT പാർക്കുകൾ കൊണ്ടുവരാൻ സാധിക്കും. ബിക്കോസ് കാസർഗോഡിൽ 11,000 acres ആണ് ഇവിടെ അങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുള്ളത്. അപ്പോൾ ആ ലാൻഡുകളെ യൂസ് ആക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ട് ജനങ്ങൾ, നമ്മൾ കാസർഗോഡിൻ്റെ അസംബ്ലിൻ്റെ ജനങ്ങൾ, വോട്ടർമാർ ഈ പ്രാവശ്യം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അശ്വിനി MLA വിജയിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഈ വേസ്റ്റ് ആയിട്ടുള്ള ലാൻഡുകളെ യൂസ് ആക്കിക്കൊണ്ട് ഇൻഡസ്ട്രിയൽ ഹബ്ബും അതേപോലെ മെഡിക്കൽ സിസ്റ്റം ആവട്ടെ, എഡ്യൂക്കേഷൻ സിസ്റ്റം ആവട്ടെ ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. ഇത് എൻ്റെ ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഒരു ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഉള്ള ഒരു ജില്ല കൂടിയാണ്, സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. അത്തരം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് കന്നഡ, തുലു അങ്ങനെ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ, പൊതുവെ അവർക്ക് PSC പരീക്ഷകൾ പോലും എഴുതാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് അവരുടെ ഭാഷയിൽ. അപ്പോൾ അവർക്ക് വേണ്ടി നിലവിലുള്ള MLA എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ? MLA ഒന്നും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ജയിച്ചിട്ട് പോയിട്ടായിട്ട് അസംബ്ലിയിൽ ഓത്തെടുക്കുമ്പോൾ കന്നഡത്തിൽ മാത്രമാണ് സംസാരിച്ചിട്ടുണ്ട്. അവിടെ മലയാളം കഡ്ഡായാക്കുമ്പോൾ
അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ MLA-മാർ ഒരു വോയിസും പോലും നിയമസഭയിൽ അവർ റേസ് ആക്കിയിട്ടില്ല? ബിക്കോസ് ഇവിടെ നമുക്കറിയാം കേരളത്തിൽ മലയാളം വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളുള്ളത് കാസർഗോഡിലാണ്, ഒരു ഗടിനാട് പ്രദേശത്തിലാണ് ഉള്ളത്. അങ്ങോട്ട് നമുക്ക് കന്നഡാണ് നമുക്ക് വേണ്ടത്, കർണാടകമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇവിടെ ഒരു മെഡിക്കൽ സിസ്റ്റം ഇല്ല. നമ്മളെല്ലാ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്, നമ്മളായെങ്കിലും പഠിക്കാൻ പോകുന്നത് നമ്മളെല്ലാം കർണാടകയാണ്. അപ്പോൾ അവിടെ കന്നഡ പഠിച്ചു വന്നുകൊണ്ട് ഇവിടെ നമ്മളെ മോളും മലയാളം തന്നെ നമ്മൾക്കെല്ലാം കിട്ടുന്നുണ്ട്. അത് അടിച്ച് ഏൽപ്പിച്ച പോലെയാണ്. അപ്പോൾ അത് ചെയ്യേണ്ടാന്ന് നമ്മൾ അവരോട് അഭ്യർത്ഥിക്കുന്നത്. ബിക്കോസ് ഇൻ കേസ് അവർക്ക് അത്രയേ മലയാളം വേണമെന്നെങ്കിൽ മലയാളം പ്ലസ് കന്നഡ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഗടിനാട് കന്നഡിഗരെ ഒന്ന് മനസ്സിലാക്കണം. ബിക്കോസ് നമുക്ക് കർണാടകയല്ല, കേരള അല്ല, പിന്നെ നമ്മൾ എവിടെയാണ് പോകേണ്ടത്? അപ്പം ഞാൻ തീർച്ചയായിട്ടും കാസർഗോഡിൻ്റെ ഗടിനാട് കന്നഡഗർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. ഇപ്പോൾ പേര് തന്നെ ഒരു ML അശ്വനി എന്നാണ് പേര്. അപ്പോൾ MLA അശ്വനി ഒരു കൂടി ചേർത്ത് MLA അശ്വനി എന്ന പേര് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണല്ലേ? എന്താണ് നിങ്ങൾ പറയണം? തീർച്ചയായിട്ടും വരും. എല്ലാവർക്കും വലിയ പ്രതീക്ഷ തന്നെ. തീർച്ചയായിട്ടും MLA അശ്വനായിട്ട് വരും. തീർച്ചയായിട്ടും അത് തന്നെയാണ്. 100% ഈ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ വിജയം ഉണ്ടാകും. കാരണം അവികസിതമായ ഒരു മണ്ഡലമാണ്. വികസനത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെയാണ് NDA സ്ഥാനാർത്ഥി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കന്മനം, ജനം.